അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വനമേഖലയിൽ താമസിക്കുന്നതും എന്നാൽ അധികം കാണപ്പെടാത്തതുമായ വെരുകിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ അറിയാം. ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും കണ്ടുവരുന്നതും വിവരുടെ കുടുംബത്തിൽപ്പെട്ട് നീളമേറിയ ശരീരമുള്ളതും നീളം കുറഞ്ഞ കൈകാലുകളോട് കൂടിയതുമായ ജീവിയാണ് വെരുക് അല്ലെങ്കിൽ മെരുക്. പൂച്ചയുടെ രൂപമുള്ള ഇവയ്ക്ക് ഇടുങ്ങിയ രോമങ്ങളുള്ള വാലും ചെറിയ ചെവികളും നീണ്ട മുഖവുമുണ്ട്. കറുത്ത പുള്ളികൾ അല്ലെങ്കിൽ വരകൾ ചേർന്നതോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചു ചേർന്നിരിക്കുന്നതോ ആയ മങ്ങിയ മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ ചാരനിറത്തിൽ ഇവ കാണുന്നു. വാലിനടിയിലെ ചെറുസഞ്ചിയിൽ ശേഖരിച്ചിരിക്കുന്ന കൊഴുപ്പുപോലെയുള്ളതും കസ്തൂരി പോലെ ഇരിക്കുന്നതുമായ ഒരു സ്രവണം ഉണ്ട്. ഇത് വെരുകിൻ പുഴു എന്ന പേരിലും അറിയപ്പെടുന്നു. ഇവ തങ്ങളുടെ അധികാര പ്രദേശങ്ങൾ അടയാളപ്പെടുത്താനായി ഇത് ഉപയോഗിക്കുന്നു. വെരുകിൻ പുഴു ചിലപ്പോൾ സുഗന്ധദ്രവ്യങ്ങളുടെയും ആയുർവേദൌഷധങ്ങളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുന്നു. ആൺവെരുകിന്റെയും പെൺവെരുകിന്റെയും പെരിനിയൽ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ശക്തമായ മണമുള്ള വെരുകിൻ പുഴു ഉത്പാദിപ്പിക്കുന്നു. ഒന്നുകിൽ മൃഗത്തെ കൊന്ന് ഗ്രന്ഥികൾ നീക്കം ചെയ്തോ അല്ലെങ്കിൽ ജീവനുള്ള മൃഗത്തിന്റെ ഗ്രന്ഥികളിൽ നിന്ന് സ്രവങ്ങൾ നീക്കം ചെയ്തോ ഇത് വിളവെടുക്കുന്നു. സാധാരണയായി ഒറ്റയ്ക്ക് കാണപ്പെടുന്ന വെരുക് ചെറിയ ജീവികളെയും സസ്യങ്ങളെയും ആഹാരമാക്കുന്നു. ഇവ വംശനാശത്തിന്റെ വക്കിലാണ്. കേരളത്തിലെ കാടുകളിൽ പ്രധാനമായും പശ്ചിമഘട്ട വനപ്രദേശങ്ങളിൽ വെരുകുകളെ കണ്ടുവരുന്നു. മരപ്പട്ടി പുള്ളിവെരുക് അഥവാ മലബാർ വെരുക്, തവിടൻ വെരുക് എന്നിവയാണ്. ഈ വീഡിയോയിൽ വെരുകുകളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. മരപ്പട്ടിയെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. മലബാർ വെരുക് ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനമാണ്. ശാസ്ത്രീയമായി വിവേറ സിവെറ്റ് എന്നറിയപ്പെടുന്ന മലബാർ ലാർജ് സ്പോട്ട് സിവെറ്റ് എന്ന മലബാർ വെരുക് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഇനം മനുഷ്യരിൽ നിന്ന് അകലെയുള്ള ഇടതൂർന്ന ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ വളരുന്നു. ഇരുണ്ട ചാരനിറത്തിലുള്ള രോമാവൃതമായ ശരീരവും മുതുകിൽ നെടുകയുള്ള വരയും ഉണ്ടാകും. ശരീരത്തിൽ ഇരുണ്ട അടയാളങ്ങളുമുള്ള ഈ വെരുക് പ്രകൃതി സൗന്ദര്യത്തിന്റെ കാഴ്ചയാണ്. അതിന്റെ വെളുത്ത തൊണ്ടിയും കഴുത്തും തോളുകൾക്കിടയിൽ ആരംഭിക്കുന്ന ശരീരവും അതിന്റെ രൂപത്തിനെ ആകർഷകമാക്കുന്നു. രഹസ്യ സ്വഭാവം കാരണം മലബാർ വെരുകിന്റെ ഭക്ഷണത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയൂ. എന്നിരുന്നാലും മറ്റു വെരുകുകളെപ്പോലെ ഇത് സർവഭോജികളാണെന്ന് അനുമാനിക്കപ്പെടുന്നു. മാംസഭുക്കായ മലബാർ വെരുക് രാത്രിയാണ് ഇര പിടിക്കാൻ ഇറങ്ങുന്നത്. കൂർത്ത പല്ലുകളും നഖങ്ങളും ഇര പിടിക്കാൻ ഇവയെ സഹായിക്കുന്നു. ചെറുപക്ഷികൾ, ഉരുകങ്ങൾ തുടങ്ങിയവയെല്ലാം മലബാർ വെരുക് ഭക്ഷിക്കും. ഇവയുടെ രാത്രികാലവും ഏകാന്തവുമായ പെരുമാറ്റം അതിനെ ലോകത്തിൽ നിന്ന് മറയ്ക്കുന്നു. രാത്രിയുടെ മറവിൽ മാത്രം കാണപ്പെടുന്നതിനാൽ പുനരുൽപാദന വിശദാംശങ്ങൾ വിരളമാണ്. പക്ഷേ മലബാർ വെരുകുകൾക്ക് സാധാരണയായി ഏകദേശം 60 ദിവസത്തെ ഗർഭകാല കാലയളവുണ്ട്. കൂടാതെ ഒരു സമയത്ത് ഒന്നിലധികം കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. മനുഷ്യർ തന്നെയാണ് മലബാർ വെരുകിന്റെ മുഖ്യ ശത്രുക്കൾ. കാട്ടിൽ കടുവയും പുലിയും മുതൽ കുറുക്കൻ വരെ ഇവയെ പിടികൂടാറുണ്ട്. താമസയോഗ്യമായ വനഭൂമി കുറയുന്നതും വെരുകുകൾക്ക് ഭീഷണിയാണ്. 1960കളിൽ തന്നെ മലബാർ വെരുകിന്റെ എണ്ണം കുറയുന്നതായി ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. 3 അടിയോളം നീളം വയ്ക്കുന്ന മലബാർ വെരുകുകൾക്ക് 6 കിലോയോളം തൂക്കമുണ്ടാകും. 20 വർഷത്തിനു മുകളിലാണ് ശരാശരി ആയുസ്. കോഴിക്കോട് സുവോളജിക്കൽ സർവേ കേന്ദ്രത്തിൽ ഇതിന്റെ തൊലി സൂക്ഷിച്ചിട്ടുണ്ട്. 250-ൽ താഴെ പ്രായപൂർത്തിയായ വെരുകുകൾ നിലവിലുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഈ ഇനത്തെ എന്നേക്കുമായി അപ്രത്യക്ഷമാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് സംരക്ഷണ ശ്രമങ്ങൾ അടിയന്തിരമായി ആവശ്യമാണ്. തവിടൻ വെരുക് ജെർഡോണിന്റെ പാം സിവെറ്റ് അല്ലെങ്കിൽ പാരഡോക്സൂറസ് ജെർഡോണി എന്ന തവിടൻ വെരുക് പശ്ചിമഘട്ടത്തിലെ ഉയർന്ന ഉയരത്തിലുള്ള ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. അതിന്റെ രോമങ്ങൾ ഇളം ചാരനിറം മുതൽ ഇരുണ്ട തവിട്ട് വരെ വ്യത്യാസപ്പെടുന്നു. വെരുകുകളുടെ മറ്റ് ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനു മുഖത്ത് വ്യത്യസ്തമായ അടയാളങ്ങളില്ല. കാഴ്ചയിൽ മരപ്പട്ടിയെപ്പോലെ തന്നെയാണ്. മരപ്പട്ടിയേക്കാൾ കൂടുതൽ തവിട്ടുനിറമുണ്ട്. തലയും കാലുകളും അതിനേക്കാൾ ഇരുണ്ടതും തോൾ മങ്ങിയ തവിട്ടുനിറവും വശങ്ങൾ കൂടുതൽ ചാരനിറവുമാണ്. വാലിനും നിളം കൂടുതലാണ്. വാലിന്റെ അറ്റം മിക്കതിലും വിളറിയ നിറമായിരിക്കും. അടുത്തു ചെന്നു പരിശോധിച്ചാൽ കഴുത്തിലെ രോമങ്ങൾ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള രോമങ്ങളുടെ എതിർദിശയിലാണ് വളരുന്നതെന്ന് കാണാൻ കഴിയും. ആക്രമണകാരികളെ പേടിപ്പിച്ചുകറ്റാനുള്ള ഒരു രൂപാന്തരമാവാം ഇത്. തവിടൻ വെരുക് പ്രധാനമായും ഫ്രൂജിവോറാണ്. അതായത് 97% പഴങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമമാണ് ഇവക്കുള്ളത്. വിവരുടെ കുടുംബത്തിലെ ഏറ്റവും പഴവർഗ സ്നേഹമുള്ള അംഗമായി ഇതിനെ കണക്കാക്കുന്നു. മഴക്കാടുകളിൽ കാണുന്ന പഴങ്ങളെയാണ് മുഖ്യമായും ഇവ ആശ്രയിക്കുന്നത്.
മരക്കൊമ്പുകളുടെ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഇത് രാത്രിയിലും വൃക്ഷത്തിന്റെ ഉയർന്ന കൊമ്പുകളിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. തവിടൻ വെരുകിന് ശരീരത്തിന്റെ മൊത്തം നീളം 48 മുതൽ 59 സെന്റിമീറ്ററും തൂക്കം 2.4 മുതൽ 4 കിലോഗ്രാം വരെയുമാണ്. ഈർപ്പമുള്ള നിത്യഹരിതവനങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ എന്നിവയാണ് തവിടൻ വെരുകിന്റെ വാസസ്ഥലം. ഇവയെ ഏറ്റവും കൂടുതൽ കാണാവുന്നത് തമിഴ്നാട്ടിൽ ഉള്ള കളക്കാട്മുണ്ടന്തുർ NP എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ കൂർഗിൽ വനപ്രദേശങ്ങളോട് ചേർന്ന കാപ്പിത്തോട്ടങ്ങളിൽ നിന്ന് വെരുകിന്റെ വിസർജ്യം ശേഖരിച്ച് കാപ്പിക്കുരു സംസ്കരിക്കുന്നുണ്ട്. കോപ്പി ലുവാക്കോ എന്നാണ് അവിടെ ഇതറിയപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും വില കൂടിയ കാപ്പിയാണ് കോപ്പി ലുവാക് എന്ന സിവറ്റ് കോഫി. വെരുക് തിന്നുകയും ദഹിക്കാതെ വിസർജിക്കുകയും ചെയ്യുന്ന കാപ്പിക്കുരു പൊടിച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇന്തോനേഷ്യയിലും ഫിലിപ്പൈൻസിലും കിഴക്കൻ ടിമറിലും ഇത് വ്യാവസായികാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നു. ഭാഗ്യവശാൽ ഇന്ത്യയിലെ കാടുകളിൽ അങ്ങിങ്ങായി കാണപ്പെടുന്ന തവിടൻ വെരുക് നിരവധി സംരക്ഷിത പ്രദേശങ്ങളിലും കണ്ടുവരുന്നതുകൊണ്ട് ലീസ്റ്റ് കോൺസേൺ എന്ന പട്ടികയിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ആവാസവ്യവസ്ഥയുടെ ശിഥിലീകരണം ഒരു ഭീഷണിയായി തുടരുന്ന സാഹചര്യത്തിൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിരന്തരമായ ജാഗ്രതയുടെ ആവശ്യകത എടുത്തു പറയേണ്ടതാണ്. വെരുകുകളെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.